ആര്യ ബഡായിയുടെ ഒരു ഇന്റർവ്യൂ സൈന സൗത്ത് പ്ലസിൽ നമ്മുടെ രജനീഷ് ഏട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ് വന്നു. ഞാൻ ഫുള്ള് കണ്ട്, ഞാനും രണ്ടും ഫുള്ള് കണ്ടു. അതെ. അപ്പോൾ അതിലൊന്നാ ഫോൺ കോൾ ഇൻസിഡന്റ്. അത് റീസെന്റ് ഇപ്പൊ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും കേസൊന്നും എവിടെയും എത്താനൊന്നും പോണില്ല, അത് ആ വഴിക്ക് അങ്ങനെ പോകും ആസ് യൂഷ്വൽ. പക്ഷെ രണ്ടാമത്തെ കാര്യം പറഞ്ഞതാണ് അവരുടെ ലൈഫിലുണ്ടായ ആ ഒരു ഇൻസിഡന്റ്. അതായത് പിന്നെ എല്ലാം എന്ന് വിചാരിച്ച വ്യക്തി ബിഗ് ബോസിലേക്ക് ഇവരെ കയറ്റി വിട്ടതിന് ശേഷം പിന്നെ നൈസായി സ്കൂട്ടായി പോയി. പിന്നെ ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയണേ, എനിക്ക് ബിഗ് ബോസ് ഷോയില് ആര്യനെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്താ മിക്കവാറും അങ്ങനെ തന്നെ ആവും എനിക്ക് തോന്നുന്നത്. അവരെന്നെ ഇന്റർവ്യൂല് പറയുന്നുണ്ട്, അതായത് ഒരുപാട് പേർക്ക് ആ ഒരു ഷോയില് ഇന്നെ കണ്ടിട്ടാണ് അവര് എന്താ പറയാ, ശരിക്കും അതാണ് അവര് റിയൽ ആയിട്ടൊന്നും പറഞ്ഞിട്ട് അവര് ആ ഷോയിൽ ഇന്നെ കണ്ടിട്ടാണ് അവര് എന്ത് ചെയ്തേ, ബഡായി ബംഗ്ലാവുമായിട്ട് കമ്പയർ ചെയ്തത്. ബഡായി ആരിയും ബിഗ് ബോസിൽ ആരിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇപ്പോഴും ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അവർക്ക് ഭയങ്കര ഒരു എനിക്ക് ആ ഒരു ഷോ കഴിഞ്ഞ ശേഷം ഇപ്പൊ ഇതുവരെ ആണെങ്കിലും ഇന്നലെ വരെ എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. പക്ഷെ ഇന്റർവ്യൂ വന്നതിന് ശേഷം ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഹർ. ശരിക്കും പറഞ്ഞാൽ ഷീ ഹാസ് മൈ ഹോൾ ഹേർട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഞാൻ പറയും. അത്രയ്ക്ക് ഞാൻ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ആര്യന്റെ സംസാരത്തിൽ ഭയങ്കര ഒരു ഇത് കിട്ടി. സത്യം അത് എത്ര പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നാലും ഇത്രയും കാലം ഞാൻ എന്ത് ഷോ കണ്ടാലും ഞാൻ കമ്പയർ ചെയ്യുന്നത് ബിഗ് ബോസ് ഷോയിലുള്ള ആര്യനെയും പുറത്തുള്ള ആര്യം ഒരേപോലെ തന്നെ രീതിയിൽ തന്നെയാണോ, റിയൽ ആയിട്ട് അങ്ങനെ തന്നെയാവും. പക്ഷെ എനിക്കറിയില്ല. പക്ഷെ ഇന്നലത്തെ ഇന്റർവ്യൂവിന് ശേഷം ഞാൻ എന്താ അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് മൈൻഡ് മാറി. ആൻഡ് ഇന്റർവ്യൂ ക്യാൻ ചേഞ്ച് യുവർ ഹോൾ ലൈഫ്. കറക്റ്റ് അല്ലേ? ഡബിൾ സ്റ്റാൻഡേർഡ് ഒരു ഷോനകത്ത് അവരെ കണ്ടപ്പോ അതാണ് അവര് റിയൽ. പക്ഷെ നമ്മള് കാണുമ്പോ അങ്ങനെയാണ് നമ്മൾ കണ്ടപ്പോ ബിഗ് ബോസ് ഷോനകത്ത് അവര് റിയൽ ഓരോ പേരൊക്കെ വന്നിട്ടുണ്ടായില്ല. നമുക്ക് അതിന്റെ പേര് കറക്റ്റ്. ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് അവരുടെ ലൈഫിൽ ഒരു ഇമോഷണൽ സൈഡ് വന്നപ്പോ വേണ്ടി വന്നു അണക്ക് എന്ത് അത് മാറ്റാൻ. നമുക്ക് വേറെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയില്ല. വേണ്ട, ആ ഷോ ആണ് ഷോ ആയിട്ട് എടുത്താ പോലെ. അതെ ആണ്, പക്ഷെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ചിലവരത് ഹാർട്ടിൽ എടുക്കും. അതുണ്ടായത് എന്നെ ഏറ്റവും കൂടുതൽ ഈ ഷോയിൽ പോവാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതും എന്നെ പുഷ് ചെയ്തതും ഒക്കെ അദ്ദേഹമായിരുന്നു. കാരണം ഞാൻ ഭയങ്കര ഡബിൾ മൈൻഡഡ് ആയിരുന്നു അപ്പോഴും. പോണോ കാരണം കുഞ്ഞുണ്ട്, അച്ഛൻ മരിച്ചിട്ട് അധികം ആയിട്ടും ഇല്ല, 1 year ഒക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കിതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഭയങ്കരമായ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എല്ലാ സപ്പോർട്ടും തന്ന് ഇൻഫാക്ട് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത് വരെ ആളാണ്. അത്രയും സപ്പോർട്ടീവായിട്ട് നിന്ന ആളാണ്. അപ്പൊ ഇന്ന് ഞാനത് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ചേട്ടൻ പറയുന്ന പോയിന്റ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. വാസ് ഇറ്റ് എ പ്ലാൻഡ് തിങ്? അതായത് ഞാൻ ആ ഒരു അത്രയും ദിവസം അറിയാമല്ലോ, ഒരു കണക്ഷനും ഉണ്ടാവില്ല പുറം ലോകമായിട്ട്. അപ്പൊ ആ ഒരു ടൈം പീരീഡ് യൂസ് ചെയ്ത് ഡിറ്റാച്ച് ആയി പോവാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. ബട്ട് ഇറ്റ് കുഡ് ബി എ പോസിബിലിറ്റി. ആര്യയുടെ സീറ്റിൽ ഇരുന്ന് ചിന്തിക്കാം, കാരണം കുറെ കണക്ഷൻ വരുന്നുണ്ടാവും. ചിന്തിക്കുമ്പോ അതായത് ഞാൻ ഇല്ലാത്ത സമയത്ത് ആ ഒരു അഡ്വാൻറ്റേജ് മുതലെടുക്കാൻ വേണ്ടി എന്നെ മാറ്റുകയായിരുന്നു ലൈഫിൽ എന്നുള്ളത് ആര്യക്ക് ചിന്തിക്കാം. ഓക്കെ, കാരണം ആര്യ എത്രത്തോളം ഹേർട്ട് ആയിട്ടുണ്ട്, എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആര്യക്ക് അവിടെ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്ത് അങ്ങനെ ആകാം അതായത് ഷോയിലേക്ക് പറഞ്ഞു വിട്ടത് അഡ്വാൻറ്റേജ് എടുക്കാനായിരിക്കാം. അത് എനിക്ക് തോന്നുന്നു അവരുടെ ഇടയിൽ ഇപ്പോഴും ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. എന്തുകൊണ്ട് എല്ലാ ഷോയിലേക്ക് നിങ്ങൾ ഇത്ര സന്തോഷിച്ച് സങ്കടപ്പെട്ട് നിങ്ങൾ വിട്ടു? അതായത് ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോ വരെ കരഞ്ഞു. അങ്ങനെ ഒരു മൈൻഡ് ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പുറത്ത് ആര്യനുള്ള സ്നേഹവും ഉള്ളിൽ വേറെ രീതിയിലാവോ എന്നുള്ള രീതിയില്. അതെ, അത് ഈവൻ അവർക്കും ക്ലിയർ അല്ല. പക്ഷെ അവർ ചിന്തിക്കുമ്പോ അവർക്ക് അങ്ങനെ ചിന്തിക്കാം. അതിലൊരു തെറ്റും പറയാനല്ല, നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഈ ഫോണ് തരുന്നതും ഞാൻ ഈ വിളിക്കുന്നതും ആളെടുക്കാത്തതും, അപ്പം മൊത്തത്തിൽ ഐ പാനിക്ഡ്. എനിക്ക് നമ്മൾ ഈ ബ്ലാങ്ക് ആവുക എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നും അറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയായിപ്പോയി. ഫോൺ വിളിച്ചിട്ട് ഞാൻ ബാക്ക് ടു ബാക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബൈ ഹാർട്ട് അറിയാവുന്ന ആളുടെ നമ്പർ മാത്രമേ ഉള്ളൂ. ആ നമ്പർ മാത്രമാണ് ഞാൻ ഫസ്റ്റ് ഡയൽ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞിനെ പോലും ഞാൻ വിളിച്ചില്ല. ആ നമ്പർ ഡയൽ ചെയ്തിട്ട് ഞാൻ വിളിക്കുന്നു, ആളെ എടുക്കുന്നില്ല. റിങ് പോകുന്നുണ്ട്, എടുക്കുന്നില്ല. അവസാനം പാനിക്കായിട്ട് ഞാൻ എൻ്റെ സിസ്റ്ററിനെയാണ് നെക്സ്റ്റ് വിളിക്കുന്നത്. ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ അവളോട് കാര്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ തിരിച്ചു വരുവാണ്, ഷോ വൈൻഡപ്പ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ആള് എവിടെയാണ്? ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ
ഷീ സെഡ് ആണോ എടുക്കുന്നില്ലേ, ഓക്കെ തിരക്കായിരിക്കും, ഞാൻ വിളിക്കാൻ പറയാം. എന്നിട്ട് അപ്പം തന്നെ ഫോൺ ഞങ്ങൾ തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യണമായിരുന്നു. പിന്നെ എയർപോർട്ടിൽ പോകുന്ന സമയത്തെ അടുത്ത ദിവസം രാവിലെ ഫോൺ കിട്ടുള്ളൂ. അതുവരെയും ഞാൻ ഞാൻ ഉറങ്ങിയിട്ടില്ല, രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങിയിട്ടില്ല. വി വെർ ഓൾ സിറ്റിംഗ് ദെയർ. ഉറങ്ങാൻ പറ്റിയില്ല എനിക്ക്. അടുത്ത ദിവസം രാവിലെ ഈ ഫോൺ വീണ്ടും എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്നത് ഈ നമ്പറിലേക്ക് തന്നെയാണ്. എന്നിട്ടും ഫോൺ എടുക്കുന്നില്ല. ഒരു 4-5 പ്രാവശ്യം ഞാൻ കണ്ടിന്യൂസ്ലി വിളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മേ ബി എൻ്റെ സിസ്റ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണോ അതോ എൻ്റെ അസിസ്റ്റൻറ്റിനോട് ഞാൻ വിളിച്ച് പറഞ്ഞ പുള്ളിക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണോ എന്നറിയില്ല, തിരിച്ചെനിക്ക് ഇങ്ങോട്ടൊരു കോള് വന്നു. പക്ഷേ ആ കോള് ഞാൻ സംസാരിക്കുന്നത് ഞാൻ എന്നെ എയർപോർട്ടിൽ വിട്ട ആളോടല്ല. ആ ഒരു എന്ന് വെച്ചാൽ ആ ഒരു സ്നേഹമില്ല, ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല, ഒന്നുമില്ല. ഇറ്റ് വാസ് എ വെരി കോൾഡ് കോൺവെർസേഷൻ. ഞാൻ ജാൻ എന്നാണ് വിളിക്കണേ. ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ ഇന്നലെ തൊട്ട് വിളിക്കാൻ ട്രൈ ചെയ്യാണ്, ഞാൻ ഉറങ്ങുമായിരുന്നു. ഇതായിരുന്നു ആളുടെ ഫസ്റ്റ് റെസ്പോൺസ്. ഞാൻ ലാസ്റ്റ് ആളോട് സംസാരിക്കുമ്പോൾ ഹീസ് ക്രൈങ്. ആള് കരയുമായിരുന്നു, ഞാൻ ഇനി ഇത്രയും ദിവസം കഴിഞ്ഞ് കാണാൻ പോവാ, ഇൽ മിസ് യു എന്നൊക്കെ പറഞ്ഞ് ഹീസ് ക്രൈങ്. അപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താ സംഭവിച്ചിട്ട്. ഇതിൻ്റെ ഇടയിൽ ഈ ഒരു 75 ഡേയ്സിൽ എന്താണ് മാറിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഭയങ്കര ഒരു ട്രോമയായിരുന്നു എനിക്ക്. ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്ക് സ്നേഹ, ഹൗ ഇറ്റ് വിൽ ബി. സിമ്പിൾ ആയിട്ടല്ലേ ലൈഫിൽ അത്ര കാലം ഓപ്പൺ ആയിരുന്ന ഒരാള്, ഇത്രയും ട്രസ്റ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തി ഫോൺ എടുക്കാതെ ഞാൻ കിടന്നുറങ്ങിയിരുന്നു. അത്രയും വട്ടം വിളിച്ചിട്ടും എടുത്തില്ല. അപ്പൊ ഇവര് എന്താ വിചാരിക്കണല്ലോ? ഇവർക്ക് ഓൾറെഡി ക്ലൂ കിട്ടുന്നുണ്ട്. ഇത്ര ഷോനകത്തുള്ളവരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളും പുറത്തിറങ്ങിയ ടൈമിൽ ഇവരോട് സംസാരിച്ചവരൊക്കെ പറയുന്നുണ്ട്, പുറത്ത് പലതും സംഭവിച്ചാലും നീ അത് എന്ത് ചെയ്യരുത്, ലൈഫിലേക്ക് കൊണ്ടുവരരുത്, ഇനി എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ എടുക്കണം. അപ്പം ബിൽഡപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതും ചിലപ്പോ ഒട്ടും പ്രതീക്ഷ ഉണ്ടാവില്ല, ഇത് ഈ കാരണമാവാം എന്നുള്ളതും പ്രതീക്ഷ ഉണ്ടാവില്ല. രണ്ടും കൂടി വന്നപ്പോൾ ചിലപ്പോൾ മിക്സ് ആയിട്ട് ആലോചിച്ചപ്പോഴാവും, ആകെ കൂടെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ വന്നപ്പോഴാവും ചിലപ്പോൾ ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവുക. ശരിക്കും എന്താ പറയാ, നമ്മള് ഉറക്കത്തിൽ കിട്ടുന്ന ഒരു അടിയാണ് നമുക്കത്. കാരണം ഇവര് പോയ ഷോ ബിഗ് ബോസ് ആണ്. 75 ദിവസം 80 ദിവസം പുറം ലോകമായിട്ട് ഒരു ബന്ധം, 75 ദിവസത്തിലാണ് കോവിഡ് കാലം നിർത്തി. പുറം ലോകത്തായിട്ട് ഒരു ബന്ധമില്ലാതെ ഇരിക്കുമ്പോ ഇവർക്ക് പലതും മനസ്സിലൂടെ പോകും. അല്ല, ആ ഫോണ് കിട്ടി, ഫോണ് കൊടുത്തു, പിന്നെ ഫോണ് കിട്ടണവരെ അപ്പൊ ആ ലോകത്ത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ആലോചിച്ചതും ചിന്തിച്ചതും ടെൻഷൻ അടിച്ചതും. കാരണം ബിൽഡപ്പ് ഉണ്ട് ഓൾറെഡി, വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല. അപ്പൊ എല്ലാം കൂടി ഇങ്ങോട്ട് എന്നിട്ട് ഫോൺ എടുത്തപ്പോ ഉറങ്ങായിരുന്നു. അങ്ങനെ ലേം എക്സ്ക്യൂസ്, പോയ സമയത്താണ് വിളിച്ചത്. അതൊരു ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല, ഇല്ല ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവുന്നുണ്ട്. പക്ഷെ നമുക്കറിയായിരുന്നു ആ ഒരു ആള് പോയിരുന്നു ശരിക്കും എല്ലാവർക്കും ഉണ്ടാവും ട്രോമ തന്നെയാണത്. എനിക്ക് വെടി വെച്ച് കൊല്ലണം എന്നുണ്ടായത് രണ്ടുപേരെ. അത് തന്നെയായിരുന്നു എൻ്റെ ഇന്നും അതാണ് എൻ്റെ മാനസികാവസ്ഥ. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ബ്രേക്ക് ഡൗൺ. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഇത്. പക്ഷെ കൊല്ലാനുള്ള ദേഷ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് പറയാം, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. അത് ചിലപ്പോൾ ഇത് ചിലർ ഭയങ്കര നെഗറ്റീവായിട്ട് എടുക്കുമായിരിക്കും, പക്ഷെ ഞാൻ ജെനുവിൻ ആയിട്ടുള്ള ഫീലിംഗ് പറയാം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. എനിക്ക് എന്താ അതിനകത്ത് അഭിപ്രായം പറയേണ്ടതെന്ന് അറിയാം, സോറി. അല്ല, ഞാനിപ്പോൾ പറഞ്ഞത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അങ്ങനെ ആരും ചിന്തിക്കാൻ പാടില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇതാണ് എന്നും പറഞ്ഞ് ഞാനൊന്നും ചെയ്യാറൊന്നും പോകണ്ട കേട്ടോ. ഐ നോ ദാറ്റ് അവർ കല്യാണം കഴിച്ചു, വളരെ ഹാപ്പി ആയിട്ട് ഇപ്പോൾ ജീവിക്കുകയാണ്. അങ്ങനെ തന്നെ പോവട്ടെ, അങ്ങനെ തന്നെ പോട്ടെ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അങ്ങനെ തന്നെ പോക്കോട്ടെ. പക്ഷെ എനിക്ക് എന്തെങ്കിലും പറ്റി എന്നുള്ളത്, അല്ല അവർക്ക് എന്തെങ്കിലും പറ്റി എന്നുള്ളത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ബി ജെന്യുവൻലി ഹാപ്പി. 100-ൽ ഒരു 95% ആളുകളും, ഞാൻ മലയാളികളൊന്നും പറയുന്നില്ല, മനുഷ്യര് ഇങ്ങനെ തന്നെ ആയിരിക്കും. അവര് തുറന്ന് പറയില്ല എന്നുള്ളത്. ഇത് ഞാൻ പറയും ഒരു കാരണം കൂടി, 100% ആൾക്കാരും ഇപ്പൊ ഈ ആര്യ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്ന ആൾക്കാരും. 5% ഓക്കെ, കാരണം എന്താ ഒരാള് പോലും 100 ആളും പറയണ പോലെ എനിക്ക് അങ്ങനെ തോന്നിയത്. എനിക്ക് കാരണം എന്താ വെച്ചാല് എന്റെ തോന്നലല്ലേ, ഞാൻ ഓളെ കയറി പറഞ്ഞത് കമന്റിൽ അങ്ങനെ ശരി, ഞാൻ പറഞ്ഞെന്താ വെച്ചാല് റെസ്പെക്ട്. ശരി മതി, മതി ഒന്ന് നിർത്തോ.
ഞാൻ പറഞ്ഞെന്താ വെച്ചാല് ആര്യ പറഞ്ഞ ആ കേസ് ഇപ്പൊ ആര്യ പറഞ്ഞല്ലോ ഇത് ഞാൻ പറഞ്ഞ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, നെഗറ്റീവ് വരും. പക്ഷെ ഒറ്റ കമന്റ് പോലും ഞാൻ നെഗറ്റീവ് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 100% ആൾക്കാർ അങ്ങനെ വിചാരിക്കുള്ളൂ എന്ന്. എനിക്ക് കണ്ടോ അങ്ങനെ പറയുന്നില്ല പ്രാഗ്യ പോലെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഈ 5% വിടാൻ കാരണം ചില ആളുകൾക്ക് ഞാൻ ഇന്നലെ കണ്ട ഫസ്റ്റ് കുറച്ച് കമന്റ്സിൽ വന്ന് കൂട്ടുന്നു. ചില ആളുകൾക്ക് അത് ആക്സെപ്റ്റ് ആവില്ല. പക്ഷെ മെജോറിറ്റി ക്രൗഡിനും ഇപ്പൊ ഈ പറഞ്ഞൊരു തിങ്കിങ് അതിനായിരിക്കും. ഉള്ളിന്റെ ഉള്ളിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്നേഹക്കൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. സ്നേഹം പലപ്പോഴും പറയാറുണ്ട്, സ്നേഹനെ കൊണ്ടുപോകാതെ ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ സ്നേഹം ഭയങ്കര ദേഷ്യം തോന്നും, എന്നിട്ട് പുറത്ത് പറയില്ല. ലാസ്റ്റ് എനിക്ക് ആ പോയ പരിപാടി നടന്നില്ലെങ്കിലോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലോ സ്നേഹം പറയും ഇന്നെ കൊണ്ടുപോകാതെ പോയതുകൊണ്ടാണ്. അങ്ങനത്തെ മനസ്സിലുള്ളവരാണ്. അത്രേ ഉള്ളൂ. അതെന്റെ പ്രാക്കോണ്ടല്ല. അതെന്താ പറയാ, ഈ അത് പറയുമ്പോ എനിക്ക് വല്ല ദേഷ്യമുണ്ട് ഇല്ലല്ലോ. കാരണം എന്താ, ഞാൻ പോകുന്ന പ്രവൃത്തി നടക്കുന്ന പ്രവൃത്തിയാണോ അല്ലേ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയും. അല്ല ഞാൻ എന്നോട് എന്താ പറയല്, നടക്കാത്ത പ്രവൃത്തികളിൽ ഈ എന്നോട് പ്രാക്ക് വരുമ്പോ എന്താ പറയല്, എന്താ എന്നോട് ഞാൻ പറയല്, എന്റെ സ്നേഹം പോകുമ്പോ തന്നെ എനിക്ക് അറിയാൻ നടക്കില്ല, ഞാൻ പ്രാക്കുന്നില്ല. നമ്മള് ട്രൈ ചെയ്യണം. അങ്ങനെയൊന്നുമില്ല, ഞാൻ ട്രൈ ചെയ്യൂലോ, ഞാൻ എന്റെ പോലെ അല്ലല്ലോ, വെറുതെ ഞാൻ ട്രൈ ചെയ്യും. അല്ല ഞാൻ എന്റെ കാലിന് വീണ്ടും എന്നോട് റെസ്പെക്ട് ചെയ്യാ, കാലിന് വീഴാ, ആരെങ്കിലും പോയിക്കോണെങ്കിൽ വണ്ടിന്ന് കാല് പിക്കിയത് അങ്ങനെ സായികൃഷ്ണൻ ഗതികേടി കാല് പിടിക്കുന്ന ഗതികേടി. ഓക്കെ, അത് ഞങ്ങൾ പറഞ്ഞ അവസാനം അടിയുണ്ടോ സംഗതി. അപ്പൊ വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് പൊതുവെ മനുഷ്യന്മാരുടെ മനസ്സിന്ന് വരുന്ന ഒരു കാര്യമാണ്. ചിലർക്ക് ആക്സെപ്റ്റ്, അവർക്കത് അറിയാം, ചിലർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. പക്ഷെ ഇവരുടെ സിറ്റുവേഷൻ പറഞ്ഞു കേൾക്കുന്ന ആളുകള്, മെജോറിറ്റി ആളുകൾ ഇത് പക്ഷെ അത്രയും ആ ഉള്ളിന്ന് വന്ന സംഭവം കറക്റ്റ് മനസ്സിലാവും. അതുകൊണ്ടാണ് എനിക്കും കണ്ടപ്പോ സങ്കടം. രജനീഷേട്ടൻ പെട്ടു, മൂപ്പർക്ക് എന്താ ചെയ്യേണ്ട ഒരു മൂപ്പരും കരഞ്ഞു, മൂപ്പര് നീച്ചൊന്ന് മാറിയിരുന്നാ മതി എന്നായിരിക്കണം മൂപ്പർക്ക്. ഇത് കണ്ട എനിക്ക് പോലും എനിക്ക് സങ്കടം വന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ആ ഫീല് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഉള്ളില്. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല പറഞ്ഞു, പക്ഷെ പെട്ടെന്ന് ഉള്ളില് മനസ്സിലാവും. വേണമെങ്കിൽ അനുഭവിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ. എത്ര നല്ല നടക്കാത്ത എന്താ കിട്ടാത്ത ആൾക്കാർ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യണ്ടല്ലോ പ്രശ്നം, യു ട്രൈ, ഞാനും ട്രൈ ചെയ്യാം. ഓക്കെ, എന്റെ കേസില് ഹോപ്പ് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഒറ്റയടിക്ക് വേണമെങ്കിൽ ആൾക്ക് പറയാമായിരുന്നു, എനിക്കിത് ദിസ് ഇസ് ഓവർ, ഇത് പറ്റില്ല, ഞാൻ വേറൊരു റിലേഷൻഷിപ്പിലാണ്, അതുകൊണ്ട് ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആള് പറയുന്നത്, ആരാ ഇതൊക്കെ പറയുന്നത്, ഹൂസ് ടെല്ലിങ് യു ഓൾ ദിസ്, you know how much I love you, you know we are going to start a life together, that is giving hope to someone. ഞാൻ അപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കാം. ഞാൻ ആ കുട്ടീനെ പിന്നെ കണ്ടിട്ടേ ഇല്ല. ആ കുട്ടി മനഃപൂർവ്വമാണോ എന്ന് അറിയില്ല, എൻ്റെ മുന്നിൽ പിന്നെ വന്നിട്ടേ ഇല്ല. I have never seen that girl after that. ഞാൻ വിളിച്ചില്ല, ഞാൻ ഒരു മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഈ മെസ്സേജ് ഞാൻ അയക്കുമ്പോൾ he is still with me. ആളപ്പോഴും ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഹോപ്പ് ലൂപ്പിൽ കിടക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴില്ല, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്, കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ, പക്ഷെ എനിക്കറിയാം അല്ല എന്നുള്ളത്. അപ്പം ഞാനൊരു മെസ്സേജ് ആ കുട്ടിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആളെ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ ആളെന്നോട് പറഞ്ഞത്, അത് ആ കുട്ടിക്ക് പേഴ്സണലി കുറച്ച് ഫാമിലി ഇഷ്യൂസ് വന്നു, അപ്പം അത് എന്നോട് സംസാരിക്കുമ്പോൾ അതിന് കംഫർട്ട് കിട്ടുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ സംസാരിക്കും, അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്തിരുന്നു, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കുട്ടിക്കൊരു മെസ്സേജ് അയച്ചു, എല്ലാവർക്കും ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാവാം, പ്രത്യേകിച്ച് കപ്പിൾ, ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ എന്തോ പ്രശ്നം എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ നമ്മൾ കരയാൻ ചൂസ് ചെയ്യുന്ന ഷോൾഡേഴ്സ് അത് മറ്റൊരാളുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലാവരുത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് എന്നാ കുട്ടിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ അയച്ച മെസ്സേജ് എന്താണ് എന്ന് ആളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ മെസ്സേജിന് എനിക്ക് റിപ്ലൈയും കിട്ടിയിട്ടില്ല, എന്നാൽ ഞാൻ ഈ മെസ്സേജ് അയച്ചത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അയാൾ അറിയുകയും ചെയ്തു. സോ ഇതൊക്കെ ദീസ് വേർ ദ പോയിന്റ്സ് വെയർ ഐ കൺഫേംഡ് ദാറ്റ് ദീസ് ടു ആർ ടുഗെദർ എന്നുള്ളത്. ആളെന്നെ അത് വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്തിനാ ഇങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചിട്ട്. ഞാൻ പറയുകയും ചെയ്തു, ഞാൻ എന്താ മെസ്സേജ് അയച്ചതെന്ന് താങ്കളോട് പറഞ്ഞില്ലല്ലോ, then how did you know? നൈസായിട്ട് തേച്ചല്ല, നൈസായിട്ട് അത് സ്വന്തമായിട്ട് ഒഴിവാക്കാതെ നൈസായിട്ട് അങ്ങോട്ട് സൈഡാക്കി അത്ര. അതായത്
അതൊരു കൈൻഡ് ഓഫ് ട്രിക്ക് തന്നെയാണ്. അതായത് ഞാൻ ഒഴിഞ്ഞു പോവല്ല, നീ എന്നെ ഒഴിവാക്കി പോണം. അതെ, അതൊരു ഒരു വല്ലാത്തൊരു സാധനമാണ്. ഹോപ്പ് കൊടുത്തു. അത് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനി ഹോപ്പ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സിമിലർ കേസുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ഹോപ്പ് കൊടുത്തുകൊണ്ടിരിക്കുക, എത്ര പിടിക്കപ്പെട്ടാലും ഹോപ്പ് കൊടുക്കുക, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, ഞാൻ. പിന്നെ ഒരു റൈറ്റ് ടൈം റൈറ്റ് പോയിന്റ് അവർക്ക് തോന്നുമ്പോൾ അയ്യോ ഞാൻ പറഞ്ഞൊന്നുമില്ല പറഞ്ഞിട്ട് മാറിപ്പോവും. പക്ഷെ ഇതിൽ ആ വേറൊരു ലേഡീനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ലേഡി അവര് വേറൊരു പ്രശ്നത്തില് ഇത് കൊറേ കേട്ടിട്ടുണ്ട് അല്ലേ. അതായത് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ ആ പ്രശ്നം പറയാൻ പറഞ്ഞ വ്യക്തിയോടൊപ്പം പിന്നല്ലേ അതാണോ ആയിക്കോട്ടെ whoever it is എന്റെ സങ്കടം പറയാൻ വേറെ അവര് ഇതാവുക, പിന്നെ ആ കുടുംബം പോവുക, അങ്ങനത്തെ സിനാരിയോസ് ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ആര്യ അത് റിക്കവർ ചെയ്തു, അതാണ്. പക്ഷെ റിക്കവർ ചെയ്തു എന്നും പറയാൻ പറ്റില്ല, കാരണം റിക്കവർ ചെയ്തു എന്നാണ് പറഞ്ഞത്. ചെയ്തു എന്നും പറയാൻ പറ്റില്ല, അവർക്ക് ഇപ്പോഴും ഒരു ടെൻഷൻ ആ സംസാരത്തിലുണ്ട്, ആ ഒരു ട്രോമ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. ഇത് പറയണ്ടല്ലോ കോവിഡ് സമയത്തായിരുന്നു, വേറൊരു വഴി ഉണ്ടായിരുന്നില്ല, അതെന്നെ ആലോചിച്ചിരിക്കുമല്ലോ ആ സമയത്ത്. നല്ല മാനേജ് ചെയ്തു, എല്ലാം പ്രോപ്പർ ആയിട്ട് അവർക്ക് ഇതാക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ വേറെ കുറെ ആളുകളുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യാം, മോട്ടിവേഷൻ കൊടുക്കാം. ഡെഫിനറ്റ്ലി അതിന് സാധിക്കും. കാരണം ഈ ഒരു അവസ്ഥയിലിരിക്കുന്ന കുറെ പേരുണ്ടാവും. അവർക്കത് മേ ബി പറയുന്നത് ഉള്ളില് സങ്കടം ഉണ്ടെങ്കിലും അത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞങ്ങോട്ട് പോവാണെങ്കിൽ. കാരണം ഇത് ഭയങ്കര അങ്ങനത്തെ ഒരു ആര്യ പറയുന്നുണ്ട്, ഞാൻ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റിലേഷൻഷിപ്പിൽ. ഞാൻ അന്യായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഞാൻ എന്നോട് തന്നെ പറയലില്ലേ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ സമയമാണ്. അന്നത്തെ എന്റെ ഫ്രണ്ട്സ് എന്താ പറഞ്ഞേ, ഈ ഞങ്ങളൊപ്പം വരുന്നില്ല, ക്രിക്കറ്റ് കളിക്കണില്ല, ഈ പണ്ടത്തെ പോലെ ഒന്നും ചെയ്യില്ല. ഡെഫിനറ്റ്ലി ഈ ഇങ്ങോട്ട് തിരിച്ചു ഇൻവെസ്റ്റ് ചെയ്തത് സമയമാണ്. ഈ എന്റെ പരിപാടികൾക്ക് പോകുന്നില്ല, ഈ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നില്ല, ഈ ഇന്നെ വിളിക്കുന്നു, ഞാൻ എന്നെ വിളിക്കുന്നു, പുലർച്ചെ വരെ വർത്താനം പറഞ്ഞിരിക്കുന്നു, എന്തെങ്കിലും സ്കോപ്പ് കിട്ടിയാൽ നമ്മൾ വണ്ടി എടുത്ത് ചാടി പോണു. അല്ല സീരിയസ് ആയിട്ട് ഞങ്ങളെ സമയമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ ആ ടൈമിൽ നമ്മൾ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തു എന്ന് പറഞ്ഞാലും സമയനഷ്ടത്തിന് അത്ര വരില്ല. ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് സ്നേഹയ്ക്ക് ടൂർ പോകേണ്ട കുറെ സമയങ്ങളിൽ ഞാനന്ന് ഭയങ്കര മറ്റേതായിരുന്നു, പൊസസീവായിരുന്നു. അല്ലേ, ഞാൻ പറയും, ഞാൻ ഇന്നെ തന്നെ പറയും, ഞാൻ ഭയങ്കര പൊസസീവ്. ഞാൻ ഉള്ള ടൂറിന് പറഞ്ഞില്ല പോവരുത്, ഞാനൊന്ന് മറ്റേ വെട്ടണം തീട്ടായി കലിപ്പൻ ഈ ടൂറിന് പോവെന്നൊക്കെ. എന്നിട്ട് ഇവള് തിരിച്ചിന്നോട് കറക്റ്റ് സമയം കിട്ടുമ്പോ സ്നേഹ ഞാൻ ഈ ചെക്കന്മാര് വിളിക്കുന്നുണ്ട് പോണ്ട, എന്നിട്ട് ഞാൻ തലനെ കെട്ടിപ്പിടിച്ച് കാര്യം അയ്യോ ഇന്നെ പോകാൻ സമ്മതിക്കുന്നുണ്ട്, എനിക്ക് അവളോട് പറയാനും പറ്റില്ല, അയ്യോ ഇതൊരു ചെക്കന്മാര് വിളിക്കുമ്പോ ഞാൻ പനിയാണ്. ഇതിനെ കുറിച്ച് വീഡിയോ കൊറേ എനിക്ക് പറയാണ്ടാവും, വെറുതെ നാണം കാണാൻ നിൽക്കും. അതിനെന്താ എടി ഞാൻ ആ ടൈമില് സ്നേഹ ആ സമയം പറയാതിരിക്കുന്നത്, ഞാൻ എങ്ങനെ എന്റെ തലയിൽ പോയിട്ട് ഞാൻ ആലോചിക്കുന്നത് അറിയോ? അല്ല സോറി, ഞാനല്ല ആണ്, ഉറപ്പല്ലേ? ഗെറ്റ് ഔട്ട് കേക്കാൻ നിൽക്കുന്നു, ഗെറ്റ് ഔട്ട് ഇറങ്ങി പോടി. അല്ല എനിക്ക് പറയാനാണെങ്കിൽ എനിക്ക് കുറെ പറയാനുണ്ട്. കാരണം ഞാൻ അന്ന് ഭയങ്കര സീനായിരുന്നു. പൊസസീവിന്റെ കൊമ്പ് മാത്രം ഒന്നിക്ക് രണ്ടാമത്തേന് തല്ലാൻ പോവുക, കച്ചറ ഉണ്ടാക്കുക, ടെറിബിൾ, വണ്ടി എടുത്ത് പോവുക, പറന്ന് വീഴുക, എല്ല് പൊട്ടുക. ഓയ്യോ ഞാൻ അനക്ക് വേണ്ടിട്ടാണോ അതൊക്കെ ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എത്ര ഒടിച്ച കൈകളാണിത്. അയ്യോ ഇതിന് വേണ്ടിട്ടോ അനക്ക് വേണ്ടിട്ടാ സ്നേഹം അതൊക്കെ ചെയ്തിരുന്നു, ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അതൊക്കെ സഹിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫീൽ ആവാൻ കാരണം മനസ്സിലായല്ലോ, ഞങ്ങൾ അത്രയും നല്ല പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. ആ പ്രേമത്തിന്റെ ഫീലിംഗ് നമുക്ക് അറിയാം. കൂടുതൽ പ്രേമത്തിലായിരുന്നു, ഒന്നും പറയല്ല. കാരണം അന്ന് ഞാൻ നോക്കുമ്പോ ഇന്നെ ആകെ പ്രേമിക്കുന്നത് തിരിച്ച് ചെയ്യോ മാത്രമാണ്. പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആവണോണ്ട് ഞാൻ പിന്നെ ഒന്നും പറയണില്ല. അല്ല അന്നത്തെ കാര്യം പറയുന്നല്ലോ, ഞാൻ പറയില്ല. എന്നിട്ടാണ് എന്നെ തെറിയാറ് എല്ലാരും കൂടി. അങ്ങനെ തെറിയൊന്നുമില്ല. അതിപ്പോ എല്ലാരും ബാക്ക് ലൈഫിൽ നോക്കി കഴിഞ്ഞാൽ ജനിച്ച മുതൽ എല്ലാരും പൊളിറ്റിക്കലി കറക്റ്റാ. നമ്മള് പഠിക്കല്ലേ ചെയ്യാത്, അതൊരു സ്റ്റേജിൽ നമ്മൾ പഠിക്കുക ചെയ്യത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ഹൗ ടു ബിഹേവ്, ഹൗ ടു ലീവ്, അതൊക്കെ നമ്മൾ പഠിക്കുക ചെയ്യാ. പണ്ടത്തെ കാലത്ത് എന്ത് സ്നേഹം, പണ്ടത്തെ കാലത്തില്ല. പക്ഷെ ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. പണ്ടത്തെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിപ്പോ പറയണമെന്നാണെങ്കിൽ പറയും, പക്ഷെ നമ്മളങ്ങനെ തുറന്ന് പറയാറില്ലല്ലോ. നെവർ എക്സ്പെക്ട് ദാറ്റ് ഫ്രം us. ഞങ്ങൾ അങ്ങനെ പറയുന്നൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ വീഡിയോയുടെ ഇടയിലൊക്കെ ഇതിനായിട്ട് ഒരു വീഡിയോ എന്തായാലും ഇറക്കില്ല. അത് പറയണെങ്കിൽ കുറേ പറയാനുണ്ടാവും. ബിക്കോസ് ഞങ്ങളുടെ റിയൽ ലൈഫ് ഞങ്ങൾ ഒരിക്കലും അല്ലേ, നമ്മുടെ പ്രൈവറ്റ് ലൈഫ് പ്രൈവറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പരിദൂഷണ കമ്മിറ്റി ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്.
ഞങ്ങളൊക്കെ റിയൽ ലൈഫ് ഇംഗ്ലീഷ് സ്നേഹിനിയും പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 24 മണിക്കൂറിൽ 12 മണിക്കൂർ തല്ലാവും. പിന്നെ അല്ല 20 മണിക്കൂർ തല്ലോ, 4 മണിക്കൂറിൽ ഉറങ്ങാറുള്ളൂ. അതുകൊണ്ട് അല്ല ബാക്കി ആ സമയത്ത് വീട്ടിലില്ലല്ലോ, ഞാൻ ഭർത്താവൂല്ലോ. ഈ കണക്ക് അപ്പൊ ഓക്കെ ബൈ.